റാണി ഒരു തീരുമാനം എടുത്തു, ബ്ലൈൻഡായിട്ട് കൂടെ നിൽക്കുക. ഉള്ളിലുണ്ടെങ്കിലും ഭർത്താവിനങ്ങ് വിശ്വസിക്കുക. റാണിയോട് ജോർജ് കുട്ടി പല കാര്യങ്ങളും ഷെയർ ചെയ്യാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ റാണിയുടെ ഒരു ട്രെയിറ്റ് ആണോ? ലൈക്ക് അവര് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വലിയ ബോധറി സ്ത്രീയിലെ കാര്യമാണ്. ടൂവിൽ ഭയങ്കര ബോധറേഷൻ ആയിരുന്നു, ടൂവിൽ അപ്സെറ്റ് ആയിരുന്നു, ചോദിച്ചുകൊണ്ടിരിക്കുക ഇതായിരുന്നു. പക്ഷെ അത് ആവശ്യമില്ലാതെ കയറി അതിനകത്ത് കയറി ആലോചിച്ച് ഇത് ചെയ്ത് അതുകൊണ്ട് തന്നെ പ്രശ്നമായെന്ന് റാണി തിരിച്ചറിഞ്ഞു. പറയിപ്പിക്കാനായിട്ട് ജോർജ് കുട്ടി അറിയാനായിട്ടുള്ള അതാണ് പിന്നീട് അപകടത്തിലേക്ക് പോയത്. അതുകൊണ്ട് തേർഡ് വന്നപ്പം റാണി ഒരു തീരുമാനം എടുത്തു, ബ്ലൈൻഡായിട്ട് കൂടെ നിൽക്കുക. ഉള്ളിലുണ്ടെങ്കിലും ഭർത്താവിനങ്ങ് വിശ്വസിക്കുക. മക്കളെടുക്കുന്ന പോലെ തന്നെ ഭർത്താവിലും ഇനി അങ്ങനത്തെ ടെൻഷൻ എന്ത് ചെയ്യണ്ട, എന്തായാലും കേസിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഊരിപ്പോന്നു, അതിൽ നിന്നൊക്കെ ഇങ്ങനെയായി, ഹൈക്കോടതി ഇത് ക്വാഷ് ചെയ്തു. അപ്പം പുറമേയും ഒരു സേഫ് ഇതാണ്, എന്നാലും ഉള്ളിലൊരു ചെറിയ സംശയമുണ്ട്. ആ സംശയങ്ങൾ മക്കൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സീൻ വെച്ചത്. അവരുടെ ചില സംശയങ്ങൾ ഇത് ചെയ്യാനായിട്ട് ആ വക്കീലിനെ വിളിച്ചുവിട്ട് വക്കീൽ അത് ഫുൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്കൊരു ആശ്വാസമായി. അപ്പം ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ജോർജ് കുട്ടിയും ജോർജ് കുട്ടിയുടെ കുടുംബം, ദിസ് കേസ് ഈസ് ഓവർ അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവർ സമാധാനമായിട്ട് ജീവിക്കുന്നത്. ഇപ്പം മകളുടെ കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അത് അവർ കല്യാണം കഴിപ്പിക്കണം, അങ്ങനെയുള്ള ഇതിലേക്ക് റാണി കിടക്കുന്നു. പക്ഷേ അവിടെയാണ് ജോർജ് കുട്ടി തന്നെയാണ് ഇപ്പം. ജോർജ് കുട്ടിക്ക് ഇനി ഇത് ഒരു കാരണവശാലും അവരങ്ങ് സെറ്റിൽഡായി, അവർ സമാധാനമായിട്ടിരിക്കുക, ഇനി ഒരു പ്രശ്നവും അവരിലേക്ക് എത്തരുത്. പക്ഷെ പുള്ളിയുടെ ഉള്ളിലൊരു എവിടെയോ ഒരു പേടിയുണ്ട്. അപ്പോഴാണ് ചില അവിടെ ഇവിടെയൊക്കെ ചില അടയാളങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ടെൻഷൻ.